3 പേരും ഡോക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ 3 മക്കളെയും ഡോക്ടേഴ്സ് തന്നെ ആക്കണം എന്നുള്ള രീതിയിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിലെ കേബിൾ ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് പഠിപ്പിച്ചൊരു അച്ഛനമ്മയുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. 3 മക്കളെ ഉള്ളത് കൊണ്ടാണ് 3 മക്കളും ഡോക്ടറായി. ഈ 5 മക്കൾ ഉണ്ടായിരുന്നെ 5 മക്കളും ഡോക്ടറായി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു വീട്? ഞങ്ങൾ ആക്ച്വലി പൂവാർ എന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ആക്ച്വലി അതും ഒരു വല്ലാത്ത സ്റ്റൈൽ. ഇതിപ്പോ ഒരു കണ്ടംപററി സ്റ്റൈല് ഡിഫറെന്റ് അല്ലേ, അതൊരു വേറെ രീതിയിലാണ്. ആക്ച്വലി ട്രഡീഷണൽ സ്റ്റൈലാണ്. വുഡും പിന്നെ കരിങ്കലും വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ആ വീട്ടിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ടിയിരിക്കുന്നു. അത് ശരിക്കും കാണേണ്ട ഒരു വീടാണ്. നല്ലോണം ആരുമില്ല. ഞങ്ങള് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് Airbnb വല്ലതും ചെയ്യണമെന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നല്ലതാണ് ആക്ച്വലി. പിന്നെ നല്ല തണുപ്പാണ് അതിന്റെ അകത്ത്. കരിങ്കലൊക്കെ ഉള്ളതുകൊണ്ട് റൂമിന്റെ അകത്തേക്ക് നല്ല തണുപ്പാണ്. ആ രീതിയിലാണ് ഉണ്ടാക്കിയത്. നമ്മള് ഈ ഇടയ്ക്ക് നമ്മളൊരു എയർപോർട്ടിൽ ചെന്നപ്പോഴും അവിടെ ആൾക്കാര് വെളിയിൽ നിന്നിട്ട് ഈ ഫ്ലൈറ്റ് അപ്പൊ അതൊരു നിങ്ങൾക്ക് ശരിക്കും ലിറ്ററലി അത് ചെയ്യാല്ലേ, മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണോ നടക്കും? അങ്ങനെ അല്ല, കാണാൻ പറ്റുമെന്ന് പറയാൻ നോക്കാം. ഇവിടെ ഒരു മോഡേൺ ആർട്ട് ഒക്കെ കാണുന്നുണ്ട്. കുറെ കൃഷിക്കാരുടെ ആണോ? ഇതൊരു കൃഷിക്കാരാണ്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിന്റെ അടിയിൽ സ്വിച്ച് ബോർഡാണ്. മൊത്തം ക്ലെവർ വേ ഓഫ് ഡിസ്ഗൈസിംഗ് ആണ്. നേരത്തെ മറ്റേ ടയറിൽ ടാങ്ക് മറയ്ക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്തു. ഓക്കെ, സ്വിച്ച് ബോർഡ് ആണ് ഇത്. ഞങ്ങൾ ആക്ച്വലി പഴയ വീട്ടിൽ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അറിയാനേ പറ്റില്ല. വീട്ടിൽ പോയിട്ട് ഒരു പസിൽ എടുക്കാറുണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ആക്ച്വലി ഒരു ഷെൽഫൊക്കെ തുറക്കുന്ന സൈഡിൽ നിന്നൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. ആ വീട്ടിൽ പോകണം. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രീഗിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ കേറുന്ന ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റൂം ഉണ്ട്. റൂമിലേക്ക് കയറി. ഓക്കെ, അനിയന്റെ മകന് വളരെയധികം ഇഷ്ടമുള്ളതാണ് കാറ്. കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിസൈൻ കണ്ടപ്പോ വാങ്ങിയെന്നേ ഉള്ളൂ. മെയിൻലി ഗസ്റ്റ് റൂമാണ്. മദറിന്റെ സിസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്നത്, കവടിയാറൊക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് താമസിക്കാന്ന് വിചാരിച്ചു. എല്ലാ റൂമുകളും ഇതുപോലെ ഈ ഗ്ലാസ് എല്ലാ പുറത്തുനിന്നുള്ളത് എല്ലാത്തിലും. അപ്പൊ അതിനൊക്കെ ഒരു സേഫ്റ്റി അങ്ങനെ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി സെൻസേഴ്സ് വെച്ചിട്ടുണ്ട് എല്ലാത്തിലും. ഫുൾ ക്യാമറ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഗ്രില്ലുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ ഗ്രില്ലുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രില്ല് വെച്ചിട്ടാണ് കാറ്റ് കിട്ടാൻ വേണ്ടി എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ അതുപോലെ ഭയങ്കര എയറി ആയിട്ടുള്ളൊരു വീടായിട്ട് ഫീൽ ചെയ്യും. നമ്മള് ക്രോസ് വെന്റിലേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അറിയാവുന്ന ചൂട് കൂടുന്ന സമയത്ത് ശരിക്കും 2 സൈഡിലും എയർ കയറാൻ പറ്റുമെങ്കിൽ നല്ല കാറ്റ് കിട്ടും. അതറിയാലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ 4 സൈഡ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അപ്പുറത്ത് ഓപ്പൺ ചെയ്യും. നല്ല കാറ്റ് കിട്ടും. ഇലക്ട്രിസിറ്റി നല്ല കാര്യമായി ലാഭിക്കും. സോളാർ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇത് കഴിഞ്ഞ് ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്ട്രേറ്റ് കയറുന്നത് നമ്മളുടെ ഏറ്റവും മേജർ സ്പോട്ടിലേക്കാണല്ലേ, ഈ ഒരു ഡൈനിങ് റൂമിലേക്കാണ്. ഈ നമ്മുടെ ഓരോ ഫർണിച്ചേഴ്സും ശരിക്കും നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കളർ കോമ്പിനേഷൻ ഉണ്ട്. എല്ലാം ഒരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് കളർ തീമിലാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇത് ഫാദറും സിസ്റ്ററും കൂടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരുടെ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ പിന്നിലെ തലകളാണ് അല്ലെ, ആർക്കിടെക്റ്റും വാപ്പയും. ഓക്കെ, അപ്പൊ പേര് ഒന്ന് നമുക്ക് പറയാമോ? പേര് പറയാമോ? എന്റെ പേര് തരാന.